നോർത്ത് ഈസ്റ്റ് ജർമ്മനിയിലെ സ്റ്റേറ്റായ ബ്രാൻഡൻബർഗിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് സിറ്റിയാണ് കോട്ട്ബസ്. ബെർലിനിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ട്രെയിൻ യാത്രയാണ് നമുക്ക് കോട്ട്ബസിലേക്കുള്ളത്. വെൻ കമ്പയർഡ് ടു ബെർലിൻ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് കോട്ട്ബസ് എനിക്ക് തോന്നിയത്. സോ പ്ലേസസ് ടു വിസിറ്റ് കോട്ട്ബസിൽ നമ്മളുടെ ഫസ്റ്റത്തെ സ്പോട്ടാണ് ബ്രാനിറ്റ്സ് പാലസ്. ബ്രാനിറ്റ്സ് പാലസ് ഈസ് സറൗണ്ടഡ് ബൈ ഇറ്റ്സ് പാർക്ക് കോൾഡ് ബ്രാനിറ്റ്സ് പാർക്ക്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് കോട്ട്ബസ് സൂ ഉള്ളത്. ആക്ച്വലി നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണ് കോട്ട്ബസ് സൂ ഉള്ളത്. പക്ഷേ ഞാനതിനകത്ത് കയറിയില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഒരു ഈവനിങ് ടൈം ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് വരെ പോയിട്ട് തിരിച്ച് പാർക്കിലേക്ക് തന്നെ ഞാൻ കയറി. അപ്പോൾ നമ്മളിപ്പം കോട്ട്ബസിലെ ബ്രാനിറ്റ്സ് പാലസിലാണ് നിൽക്കണത്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുള്ളൂ. അവിടെ ഒരു പിരമിഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ബ്രാനിറ്റ്സ് പാലസ് മെയിൻലി ഇത് അറിയാവുന്നത് പിരമിഡ് പാലസ് എന്നാണ്. ഇവിടെ കുറേ പിരമിഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുറേ മാപ്പൊക്കെ കണ്ടു. ഇത് ഒരുമാതിരി വലിയൊരു പാർക്കിൻ്റെ നടുക്കൊരു പാലസ്, അതിന് ചുറ്റും ഇതുപോലെ കുറേ എന്തൊക്കെയൊക്കെ കാണാനുണ്ട്. സോ ആ ഒരു വഴി കൂടിയാണ് നമ്മൾ പോകാൻ പോണത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഇത് ശരിക്കും ലേക്കാണ്. എനിക്ക് തോന്നുന്നത് സ്പ്രീ ലേക്കാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ എന്തോ, പക്ഷേ ഇത് ഫ്രോസൺ ആണ് ഗൈസ്. കാണിച്ചു തരാം ഫ്രോസൺ ആണെന്നുള്ളത്. കണ്ട, പക്ഷെ നമുക്ക് ഇറങ്ങാൻ അത്രയ്ക്കും അതായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ട്രാൻസ്പെറൻറ്റ്, കാരണം നമുക്ക് അപ്പുറത്തൊക്കെ വാട്ടർ കാണാൻ പറ്റും. അപ്പോൾ എങ്ങാനും ഇറങ്ങിപ്പോയാൽ. സോ ഞാനിന്ന് ട്രിപ്പ് വന്നിരിക്കുന്നത് കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം കേസ് അതിനൊന്ന് പൊട്ടിക്കാൻ വേണ്ടി. സോ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം ആ പാലസ് കണ്ടുപിടിക്കണം. നമ്മളിപ്പോഴും ആ പാർക്കിനകത്ത് കിടന്ന് തെന്നി നടക്കുവാണ്. നമുക്ക് എപ്പോഴും അറിഞ്ഞൂടാ എവിടാന്ന്. ആ പിരമിഡിന്റെ സോ ഗൈസ്, ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിരമിഡല്ല. ആക്ച്വലി അത് മറ്റേ മമ്മിയുള്ള പിരമിഡാണ്. ഇത് കണ്ടോ, ഫസ്റ്റ് ഹെർമൻ വോൺ പുക്ലർ പുള്ളി ഇവിടുത്തെ ആ പാലസിലത്തെ ഏതോ ഒരു രാജാവോ അങ്ങനെ എന്തോ ഒരു ഇത് പുള്ളിയുടെ. ആക്ച്വലി ഇത് ഗൈസ് ഒരാളുടെ പിരമിഡ് അല്ല, അതായത് 2 ആളാണ്. ഹെർമൻ വോൺ പുക്ലറും സൂസി മിഷും. ഇപ്പോൾ അയാളുടെ ഭാര്യയായിരിക്കാം. ആക്ച്വലി നമ്മൾ പോണ സമയത്തൊന്നും ആ ഒരു പ്ലേസിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് നമുക്കറിയില്ലായിരുന്നു. ആഫ്റ്റർ ലൈക്ക് അതിൻ്റെ ആ ഒരു എൻഡ് നമ്മൾ റീച്ച് ആയതിന് ശേഷമാണ് ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായി. ആക്ച്വലി ഇത് ഒരു ശരിക്കുള്ള പിരമിഡാണ്. ആൻഡ് ആ ഒരു ഇതിൽ കണ്ടതുപോലെ പ്രിൻസ് ഹെർമൻ്റെ ആൻഡ് പുള്ളിയുടെ ഫുൾ ഫാമിലിയുടെ ആ ഒരു ടോംബാണ് നമ്മൾ കണ്ട ആ ഒരു പിരമിഡ്. ആൻഡ് ഈ പ്രിൻസ് ഹെർമസ് ഓൾസോ ഹീസ് ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനറാണ്. ആൻഡ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗാർഡൻ ഫുള്ളും പുള്ളിയുടെ ആ ഒരു ഡിസൈനിങ് ആണ്.
ആൻഡ് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് ഈ പ്രിൻസ് ബുക്കിൽ പുള്ളി മറ്റേ ഈജിപ്ഷ്യൻ കൾച്ചറൊക്കെ ആയിട്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് അതുകൊണ്ടാണ് പുള്ളിയുടെ ആ ഒരു ഡിസൈനിലും ഡിഫറെൻറ്റ് വേൾഡ് ബ്ലെൻഡ് ചെയ്ത ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലാണ് പുള്ളി ഈ പിരമിഡ് ചെയ്തതും. ആക്ച്വലി ഞാൻ വിസിറ്റ് ചെയ്തത് ഈ വിൻ്ററിൻ്റെ പീക്ക് ടൈം, അതായത് നമുക്ക് സ്നോയൊന്നും ഇല്ലെങ്കിലും ബട്ട് ഇറ്റ് സ്റ്റിൽ വിൻ്റർ, നമ്മൾക്ക് മൈനസ് വെതറാണ് ഇവിടെ ഉള്ളത്. സോ ആ ഒരു സമയത്താണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് ഫുള്ളും ഇങ്ങനെ ഇരിക്കണേ. ബട്ട് ഐ തിങ്ക് ഒരു സ്പ്രിങ്ങിൻ്റെ ടൈമിലൊക്കെയാണ് നമ്മളിങ്ങോട്ട് വരണേന്നുണ്ടെങ്കിൽ ദ ഹോൾ ട്രീസ് ഇവിടെ കാണുന്നതെല്ലാം മറ്റെന്താ ചെറി ബ്ലോസം വരണ ആ ട്രീ ആണ്. നമുക്ക് ആ പിങ്ക് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഐ തിങ്ക് ഒരു ഏപ്രിൽ മെയ്യിലൊക്കെയാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഫുൾ ലാൻഡ്സ്കേപ്പ്, ആ ഫുൾ ഗാർഡൻ കാണാൻ തന്നെ വേറെ ഒരു വൈബായിരിക്കും. ആക്ച്വലി ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്പോട്ട് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി ഗാർഡൻ. അപ്പോൾ ശരിക്കും അതൊരു ഹാർട്ട് ഷേപ്പിലാണ് ഈ ഒരു ഹില്ലിരിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്കത് തോന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മളെ മാപ്പിൽ നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ നടന്ന് തപ്പി കണ്ടുപിടിക്കാൻ നടന്ന പാലസിൻ്റെ അടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് എത്തി. അത്ര വലിയ പാലസൊന്നുമല്ല, ഇതാണ് പാലസ്. അത്രയ്ക്കേ ഉള്ളൂ പാലസ്. ഇനിയിപ്പോൾ പാലസിൻ്റെ ഒരു കത്തീഡ്രൽ ഇവിടെ ഉണ്ട്, പിന്നെ ചെറിയ എന്തൊക്കെയോ ഗാർഡൻ കണക്കൊരു സംഭവമുണ്ട്. ദെൻ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് വൈനയാർഡ് അപ്പുറത്തേക്കുണ്ട്. അത്രയേ ഉള്ളൂ. ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്, ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടോ? അത്രയ്ക്കും സെറ്റപ്പ് പാലസ് അല്ല, പക്ഷേ ഈ കോർട്ട്യാർഡും ആ പുള്ളിയുടെ പിരമിഡും അതെല്ലാം കണ്ടപ്പോൾ സെറ്റപ്പാണ്. ആക്ച്വലി ഈ പാലസ് ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യണത്. ആൻഡ് നമ്മൾ പോയതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി കിട്ടിയില്ല. കിട്ടി സാധനം കിട്ടി. അവിടെ നിന്ന് ഇരിക്കുമായിരുന്ന കൊള്ളായിരുന്നു. ഇത് രസമുണ്ടല്ലേ, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. ആ ചെക്കന് കിട്ടൂല ഇതിനകത്ത്. ഇതാണ് നേരത്തെ പറഞ്ഞ വൈനയാർഡ്. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് അവിടെ നിന്നൊന്നുമില്ല. മുന്തിരി ഒന്നിപ്പോൾ ഉണ്ടാവാറില്ല, ഫുള്ളും ഉണങ്ങിയിരിക്കുക. സോ പ്ലേസസ് ടു വിസിറ്റ് കോഡ്ബസിൽ നമ്മളുടെ നെക്സ്റ്റ് സ്പോട്ടാണ് ഓൾഡ് മാർക്കറ്റ്. ഫണ്ണി തിങ് അബൌട്ട് ദിസ് ഓൾഡ് മാർക്കറ്റ് ഇൻ ഓൾ ദ യൂറോപ്യൻ കൺട്രീസിൽ എന്താണെന്ന് വെച്ചാൽ പേര് മാത്രമേ ഉള്ളൂ ഈ ഓൾഡ് മാർക്കറ്റ് എന്നുള്ളത്. ആക്ച്വലി അവിടെയാണ് നമുക്ക് എല്ലാ ബ്രാൻഡഡ് ഷോപ്സും എവ്രിതിങ് നമുക്ക് അവിടെ ആയിരിക്കും കിട്ടുക. ആൻഡ് ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ ആർക്കിടെക്ചറും ആർക്കിടെക്ചർ ബിൽഡിങ്സിൻ്റെ കളർ ആ ഒരു ഫോർമേഷൻ അത് തന്നെയാണ്.
ആൻഡ് ഇതാണ് നമ്മളുടെ ഫൈനൽ സ്പോട്ട്. ഈ കാത്തഡ്രലും അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാത്തഡ്രലാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരു വാച്ച് ടവർ കൂടെ ഉണ്ട്, സ്പ്രെംബർഗർ ടവർ. അതും ലൈക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാച്ച് ടവർ തന്നെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ മിനി വ്ലോഗ് ദാറ്റ് വി ആർ എക്സ്പ്ലോറിങ് കോഡ്ബസ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.